2 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്ന രാജ്യ തലസ്ഥാനത്ത് BJPയുടെ പ്രതീക്ഷകളെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് AAP വിജയിച്ചിരിക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ദില്ലി മേയർ തെരഞ്ഞെടുപ്പിൽ AAP നേതാവ് മഹേഷ് കിഞ്ചി ഡൽഹിയുടെ പുതിയ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. കരോൾ ബാഗിലെ ദേവ് നഗറിൽ നിന്നുള്ള കൗൺസിലറായ കിഞ്ചി 133 വോട്ടുകൾ നേടിയപ്പോൾ 130 വോട്ടുകൾ നേടിയ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അവസാന നിമിഷം വരെ നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങളായിരുന്നു. ആകെ പോൾ ചെയ്ത 265 വോട്ടുകളിൽ 2 എണ്ണം അസാധുവായി പ്രഖ്യാപിക്കപ്പെട്ടതോടെ ആരും വിജയിക്കാമെന്നൊരു ഘട്ടത്തിലേക്ക് എത്തി. അവസാനം എണ്ണിത്തീരുമ്പോൾ 3 വോട്ടുകൾക്ക് AAP BJPക്ക് മുന്നിലെത്തി. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ BJPയുമായുള്ള ദീർഘകാല അധികാര പോരാട്ടത്തിനിടയിൽ മേയർ സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞ AAPക്ക് മേയർ തെരഞ്ഞെടുപ്പ് ഒരു നിർണായക വിജയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ. മഹേഷ് കിഞ്ചി പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള 3ാമത്തെ മേയറാകുകയാണ്. അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ഷെല്ലി ഒബ്രോയിൽ നിന്ന് ആ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. MCD ഹൗസിൽ നടന്ന വോട്ടെടുപ്പിൽ AAPയുടെയും BJPയുടെയും പ്രമുഖ നേതാക്കളും AAP MPമാരായ സഞ്ജയ് സിംഗ്, ND ഗുപ്ത എന്നിവരും ഡൽഹിയിൽ നിന്നുള്ള 7 BJP ലോകസഭാ MPമാരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. നാടകീയമായ ഒരു നീക്കം. നാടകീയത കൂട്ടിക്കൊണ്ട് തന്നെ കോൺഗ്രസ് കൗൺസിലർ സബീല ബീഗം തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നതായും പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. താൻ AAP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു എന്നവർ പ്രഖ്യാപിച്ചു. അവിടെ നിന്ന് തന്നെ ഈ നീക്കം തന്റെ ഭർത്താവ് സോഷ്യൽ മീഡിയ വഴി അറിയിക്കുകയും ചെയ്തു. നമുക്കറിയാം, ആദ്യം ഏപ്രിലിൽ നിശ്ചയിച്ചിരുന്ന മേയർ തെരഞ്ഞെടുപ്പ് ഭരണകക്ഷിയായ AAPയും BJP പ്രതിപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം കാലതാമസം നേരിടുകയാണ് ഉണ്ടായത്. ഇത് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മേയറുടെ കാലാവധി ചുരുക്കാൻ ഇനി സാധ്യതയേറുകയാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നീക്കം നടന്നത്. തെരഞ്ഞെടുപ്പിൽ നിന്നും കോൺഗ്രസ് അംഗങ്ങൾ വിട്ടുനിന്നു. ദളിത് മേയർക്ക് അടുത്ത വർഷം ഏപ്രിൽ വരെ മാത്രമേ സ്ഥാനം വഹിക്കാൻ സാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത്. ഇത്തവണ ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവർക്കാണ് മേയർ പദവി. ഇനി 4 മാസമേ പുതിയ മേയർക്ക് കാലാവധി ബാക്കിയുള്ളൂ. പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന മേയർക്ക് 1 വർഷത്തെ കാലാവധി പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഇത് നിരസിക്കപ്പെട്ടതോടെയാണ് കോൺഗ്രസ് മേയർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് BJPയെ പുറത്താക്കിയത് അവരുടെ ഒരുപാട് രാഷ്ട്രീയ കുതന്ത്രങ്ങളെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം, ഈ വരുന്ന ഫെബ്രുവരിയിൽ ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് നടന്ന് സർക്കാർ രൂപീകരിക്കേണ്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളും നേടി BJP വലിയ വിജയം കാഴ്ചവെച്ചപ്പോൾ ഇനി BJP ആയിരിക്കും ഒരുപക്ഷെ സംസ്ഥാനം ഭരിക്കുക, രാജ്യ തലസ്ഥാനം ഭരിക്കുക എന്നൊക്കെയുള്ളൊരു റൂമർ വരുന്നതിനിടയിലാണ് ഇപ്പോൾ BJPക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഒരു മേയർ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ കോർപ്പറേഷന്റെ യഥാർത്ഥ വികാരമാണ് പ്രതിഫലിക്കുന്നത്. എല്ലായിടങ്ങളിൽ നിന്നുമുള്ള സാധാരണ ജനങ്ങളുടെ വോട്ടുകൾ വാങ്ങി അവിടെ BJP ഇതര മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഭാവിയിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതൊരു പക്ഷേ രാജ്യ തലസ്ഥാനം പിടിക്കാമെന്നുള്ള BJPയുടെ നീക്കത്തിനും പ്രതീക്ഷയ്ക്കുമാണ് ഇതോടുകൂടി വലിയ തിരിച്ചടിയേറ്റിരിക്കുന്നത്.